മഞ്ചേശ്വരം വാമഞ്ചൂരിലുണ്ടായ കാർ അപകടത്തിൽ 3 പേർ മരിച്ചു. അമിത വേഗതയെ തുടർന്ന് നിയന്ത്രണം വിട്ട വാഹനം ആദ്യം പാലത്തിന്റെ കൈവരിയിലും പിന്നാലെ ഡിവൈഡറിലും ഇടിച്ച് പൂർണ്ണമായും തകരുകയായിരുന്നു. തിങ്കളാഴ്ച രാത്രി 10:30 അപകടം. പൈവളിയെ ബായിക്കട്ടയിലെ 58-കാരനായ ജനാർദ്ദന, മകൻ 28-കാരനായ അരുൺ, ബന്ധുവായ 23-കാരൻ കൃഷ്ണകുമാർ എന്നിവരാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ മംഗളൂരു ഉപ്പിനങ്ങാടി സ്വദേശി രത്തനെ മംഗളൂരുവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച രാത്രി 10:30 അതിദാരുണമായ അപകടം. വാമഞ്ചേരി എക്സൈസ് ചെക്ക് പോസ്റ്റിന് മുമ്പിലെ ദേശീയപാതയിൽ വെച്ച് നിയന്ത്രണം വിട്ട കാർ അമിത വേഗതയിൽ ഡിവൈഡറിൽ ഇടിക്കുകയായിരുന്നു. കാസർഗോഡ് ഭാഗത്തു നിന്നും മംഗലാപുരം ഭാഗത്തേക്ക് പോകുകയായിരുന്ന KL14B1742 നമ്പർ കാറാണ് അപകടത്തിൽപ്പെട്ടത്. അമിത വേഗതയും ഒപ്പം ഡ്രൈവർ ഡിവൈഡർ കാണാത്തതുമാണ് അപകടത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക വിവരം. ആദ്യം ഇവിടുത്തെ പാലത്തിന്റെ കൈവരിയിലിടിച്ച് 50 മീറ്ററോളം മുന്നോട്ട് പോയ കാർ പിന്നീട് ഡിവൈഡറിലും ഇടിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് പൂർണ്ണമായും തകർന്ന കാറിന്റെ ഭാഗങ്ങൾ അങ്ങിങ്ങായി ചിതറിക്കിടക്കുന്ന നിലയിലായിരുന്നു. മാത്രമല്ല, അപകടത്തിൽ മരിച്ച 3 പേരും കാറിൽ നിന്ന് റോഡിലേക്ക് തെറിച്ചു വീണ നിലയിലായിരുന്നുവെന്നും പറയുന്നു. വിവരമറിഞ്ഞയുടൻ മഞ്ചേശ്വരം പോലീസും ഉപ്പളയിൽ നിന്നും ഫയർഫോഴ്സും രക്ഷാപ്രവർത്തനത്തിനായി സ്ഥലത്തെത്തി. ദേശീയപാത നിർമ്മാണത്തിലെ അപാകതയും മതിയായ രീതിയിലുള്ള മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കാത്തതുമാണ് അപകടത്തിന് കാരണമായതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഉപ്പള.